അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി ഫിനിഷ് ആയിട്ടുണ്ട്. രാജേട്ടൻ്റെ വണ്ടി ട്രിവാൻഡ്രം. ഇത് ഏകദേശം വന്നിട്ട് 1 വർഷം 1 മാസത്തോളമായി. കഴിഞ്ഞ നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് വന്നതാണ്. അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഫുള്ള് വർക്കാണ്, A to Z വർക്ക്. വന്നത് ബ്ലാക്ക് കളറിലായിരുന്നു. നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് അത് ഗ്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാക്സിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ലൈറ്റിംഗ് കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ വാക്സിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് ആയിരുന്നു വണ്ടി, നേരെ നമ്മൾ അതിൽ കളർ ചേഞ്ച് ചെയ്ത് ഗ്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ് വീലായിക്കോട്ടെ, അതുപോലെ തന്നെ ടയർ മാറ്റിയിട്ടുണ്ട്. എല്ലാം നമ്മൾ യോക്കോഹോമയുടെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ഫ്രണ്ട് സ്കേർട്ട്, ലിപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ടെസ്റ്റിന് പോകുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ആ ലൈറ്റും കാര്യങ്ങളൊന്നും വലുതായിട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഗ്രില്ലിൽ വരുന്ന ഗ്രിൽ ലൈറ്റ് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം നമ്മളിത് പുതിയ തന്നെ ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വന്നിട്ട് ലുമാക്സിൻ്റെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ വന്നിട്ട് നമ്മൾ ഒറിജിനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ഒറിജിനൽ ഗ്രില്ല് തന്നെയാണ്. ബോണ്ട് ക്രോം നമ്മൾ നോർമൽ തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ടൊയോട്ട ലോഗോ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാമോ, അത്രയും ഒരു ഫിനിഷിങ്ങിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബാക്സിടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലൈസിങ്ങും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ ലൈറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മിറർ ഫിനിഷിങ് നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ അറിയാം അത് ഒരു ലെവലിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ എല്ലാ വണ്ടിയും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ IND ഒരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് IND നമ്പർ പ്ലേറ്റ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഇവിടെ നമുക്കൊരു ക്രോം വരും, പക്ഷേ ഏത് വണ്ടിയിലും നമുക്കത് ക്രോം ഇല്ല, കിട്ടാനുമില്ല. അതുപോലെ തന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് വന്ന ക്രോമുകളൊക്കെ പഴയതാണെന്നുണ്ടെങ്കിൽ മൊത്തം കംപ്ലൈൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഗ്രില്ല് മാത്രമായിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ DRL കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്കാണ് ടെസ്റ്റ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രിക്റ്റാണ്, നോക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വലിയ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഫോഗ് ലാമ്പ് കാര്യങ്ങൾ നോർമലി വരേണ്ട ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൊലീറോയുടെ മിറർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. മാക്സിമം എല്ലാ വണ്ടിയിലും നമ്മൾ അഴിക്കുമ്പോൾ മെയിൻ ഗ്ലാസ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും നമ്മൾ അഴിക്കുമ്പോൾ ക്രാക്കായിരുന്നു. അപ്പോൾ അത് മാറ്റി നമ്മൾ പുതിയ വിൻഷീൽഡ് നമ്മൾ ഇതിനകത്ത് വെച്ചു. അതിൻ്റെ ബീഡിങ് നമ്മൾ ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 വൈപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റയിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ്, ഇപ്പോൾ ഒരു ന്യൂ മോഡൽ വരുന്ന ടൈപ്പാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ആ ഒരു വൈപ്പർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞൊരു കളർ ടോണാണ്, റയർ കളർ ടോണാണ്. ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് ആകെ ഈ ഒരു വണ്ടിക്ക് അടിക്കാനുള്ള മെറ്റീരിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലെന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ കീറ പിടിക്കുക എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് മാറ്റി അടിക്കാനുള്ള മെറ്റീരിയൽ ഇല്ലായിരുന്നു. അത്രയും ഒരു കെയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അവർ ചൂസ് ചെയ്ത മെറ്റീരിയൽ അടിപൊളി തീമാണ് കാണാൻ. ഒരു സിൽവറും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനെന്നല്ല ബ്ലൂ എന്നല്ല ഒരു കളർ ടോണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 സീറ്റ് ബക്കറ്റ് സീറ്റും അതുപോലെ തന്നെ ഇതൊന്നും ബട്ടർഫ്ലൈ കാര്യങ്ങളോ ബൾക്കൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിരിക്കുന്ന സീറ്റിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ കൺസോൾ, ഇതിന് ഇന്നോവയുടെ സെൻറ്റർ കൺസോൾ ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഹൈഡ്രോ ഡിപ്പിംഗ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബും നമ്മൾ ഒരു ക്രിസ്റ്റൽ ഗിയർ നോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കസ്റ്റമർ ആവശ്യപ്പെട്ടതുകൊണ്ട് അത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീറ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ മീറ്ററിലും ആ ഒരു സെയിം ഇത് നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് AC വെൻറ്റുകളെല്ലാം റിപ്പയറബിൾ ആണ്. ഇപ്പോൾ നമ്മളത് ഏകദേശം വണ്ടികൾക്കൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് AC വെൻറ്റ് കാര്യങ്ങളെല്ലാം. റൂഫ് AC വെൻറ്റും അതേപോലെ റിപ്പയറബിൾ ആണ്. നമ്മൾ സമയം അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വർക്കൊന്നും നേരിട്ട് ചെയ്യാത്തത്. മാക്സിമം നമ്മൾ ഇതൊക്കെ എപ്പോഴും അഴിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് ഈ വെൻറ്റുകളെല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് നമ്മൾ ബ്ലാക്ക് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് എപ്പോഴും ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നല്ലോണം അടിക്കും, നമുക്ക് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. അതുകൊണ്ട് ഞാൻ ആ ബ്ലാക്കിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലിരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ അതിൽ നോർമലി വരുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സെൻറ്ററും ഇത് ബ്ലാക്ക് ആക്കി. ഇതിനിപ്പോൾ വൈറ്റ് ആക്കി കഴിഞ്ഞ് ഇതിപ്പോൾ കളർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ കളർ മാച്ചിങ്ങിൽ കൊണ്ടുവരണം. പക്ഷേങ്കിൽ നമ്മളത് കൊണ്ടുവന്നില്ല. കാരണം എന്താ വെച്ചാൽ വൈറ്റ് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴുക്കും. അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീലും കൊടുത്ത് സെൻറ്ററിൽ സീറ്റിൻ്റെ കളറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ഹാൻഡിലും നമ്മൾ ഇതിനകത്ത് സെറ്റ്, അത് എല്ലാ വണ്ടിയിലും നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പ് ലൈറ്റ് 2 ഒറിജിനൽ നമ്മൾ റൂഫ് ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് തീം കിട്ടാനായിട്ട് നമ്മൾ സെൻട്രൽ AC, അതുപോലെ തന്നെ പില്ലർ, സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലും നമ്മൾ ആ ഡോർ പാഡ് പവർ വിൻഡോ സ്വിച്ച് വരുന്ന ഭാഗം നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫ്രെയിം വന്നിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇന്നർ ഹാൻഡിലും കംപ്ലീറ്റും ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ JBL ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്പീക്കർ ഫ്രണ്ടും ബാക്കും JBL, ഒരു ഹമാൻ്റെ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 6 ഇഞ്ച് സ്പീക്കർ JBL നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമ്മൾ JBL തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ സപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ ബാക്ക് ഡോറിൽ നമ്മൾ JBL തന്നെ 6 ഇഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിൽ നമ്മൾ ഓവൽ സ്പീക്കർ 600 വാട്ട്സിൻ്റെ JBL തന്നെ ഓവൽ സ്പീക്കറും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും കേൾക്കാനായിട്ട്, സൗണ്ട് ക്വാളിറ്റി. നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ബ്രാൻഡാണ് കേട്ടോ. പൈനിയർ, JBL, ആൽഫൈൻ അങ്ങനെയുള്ള ബ്രാൻഡ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. സോണി ഇങ്ങനെയുള്ള ബ്രാൻഡ് മാത്രമേ ചെയ്തുള്ളൂ. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അത് മാത്രമല്ല ആൻഡ്രോയിഡിൽ നമ്മളൊരു ആൻഡ്രോയിഡ് ആമ്പും കൂടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും കേൾക്കാനായിട്ട്. സബ്ബും ആമ്പൊക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ആമ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ട്യൂണിലാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആമ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ബീറ്റും നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ നമുക്കൊരു 10ഉം 20ഉം വോളിയം വെച്ചാലേ നമുക്കൊരു നല്ലൊരു ബീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ ആൻഡ്രോയിഡ് ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വരെയൊക്കെ വോളിയം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കേൾക്കാൻ തന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടും, നീറ്റായിരിക്കും കേൾക്കാൻ. പിന്നെ നമ്മൾ റൂഫ് ടോപ്പ് വന്നിട്ട് ഈ ഒരു കളറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ബീച്ച് കളറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്ലോർ മാറ്റും ഇതിൽ 70 മാറ്റ് കൊടുത്ത് ഒരു ബീച്ച് കളറിലെ ആ ഒരു ടൈപ്പിലേക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു നൂഡിൽസിൻ്റെ മാറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഇപ്പോൾ ചളി വേഗമാകും. അതുകൊണ്ട് നമ്മൾ നൂഡിൽസ് മാറ്റും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതിൽ ഡിസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റി അലോയ് വീല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കോഹോമയുടെ എർത്ത് 1 നമ്മൾ ടയർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം സെറ്റ് ചെയ്യുന്നത് യോക്കോഹോമയുടെ തന്നെയാണ് ടയർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാനും കുറച്ച് ഭംഗിയാണ്, നമുക്ക് ഓടിക്കാനും നല്ല ഗ്രിപ്പാണ്. പിന്നെ അതുപോലെ കാലിപ്പർ ഒരു ഗോൾഡിഷ് കളറിൽ കാലിപ്പറും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അലോയ് വീല് 14 സൈസാണ്. അപ്പോൾ 14 സൈസ് ടയർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഒരു മഡ് ഫ്ലാപ്പ് അതിൽ ക്രോം വരുന്ന അതേ ടൈപ്പ് മഡ് ഫ്ലാപ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഒറിജിനൽ തന്നെ. ബൊലീറോയുടെ മിറർ, അതുപോലെ തന്നെ സൈഡ് ക്രോം, ഹാൻഡിലുകളെല്ലാം ക്രോം ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെ ആ സ്റ്റീൽ ഡബിൾ ടിപ്പ് വരുന്ന പോലെ ഒരു സ്റ്റീലും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും അതേ ടൈപ്പ് തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ക്യാമറയിൽ തന്നെ അത്യാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു റിഫ്ലക്ഷനും നമ്മൾ എടുക്കുന്ന ഇതും കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈലൈറ്റ്, റിഫ്ലാക്ടർ എല്ലാം നമ്മൾ ഒറിജിനൽ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കി ക്രോമും നോർമലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒറിജിനലെല്ലാം. പിന്നെ അതിൽ ഒരു നമ്പർ പ്ലേറ്റ് ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും നമ്മൾ INDയുടെ നമ്പർ പ്ലേറ്റ്. ബാക്കിലേക്ക് ഡബിൾ മഫ്ലർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സിംഗിൾ ടിപ്പിൻ്റെ 2 മഫ്ലർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും. പിന്നെ എക്സ്ട്രാ റബ്ബർ ലിപ്പ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ടൂണിൽ തന്നെ നമ്മൾ സ്കേർട്ട്, ലിപ്പ്, അതുപോലെ ഡബിൾ മഫ്ലർ, പിന്നെ ബീറ്റിൻ്റെ റിയർ വൈപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എംബ്ലം കിറ്റും എല്ലാം പുതിയ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ വണ്ടിയിലും നമ്മളൊരു ബാഡ്ജിങ് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ടൊയോട്ടയുടെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു ബാഡ്ജിങ് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെൻഡറിൽ ഇങ്ങനെ ഒട്ടിച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ടൊയോട്ട ഓണേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു എംബ്ലമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതുപോലെ ഈ സൈഡ് കാണുന്നത് നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ കളറിൻ്റെ ഒരു തീമാണ്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഈ ഫെൻഡറിൽ സെൻറ്ററിൽ ഒട്ടിക്കാം, അതുപോലെ സൈഡ് ഒട്ടിക്കാം. പക്ഷേ ഫെൻഡറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാത്തതുകൊണ്ട് നമ്മൾ ഈ സൈഡാണ് എപ്പോഴും ഒട്ടിക്കുക. എല്ലാ വണ്ടിയിലും ഞാൻ സൈഡിൽ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ തന്നെ ആക്കാം. അപ്പോൾ ഒരു ബാഡ്ജിങ് പോലെ നമുക്കത് ഫീലാവും. ചേട്ടൻ്റെ വണ്ടി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ രാജേട്ടനും കാലത്തോട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇവിടെ നിർത്തിയിട്ടേ വിടുള്ളൂ, ഒരു ദിവസം ഫുള്ളായി നിർത്തിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവരും കാണണമല്ലോ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ രാജേട്ടനും ഇപ്പോൾ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ വർക്ക് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ എഫേർട്ട് എങ്ങനെയാണെന്നുള്ളത്. ഫൈനൽ നിർത്തിയിട്ടടക്കം നമുക്ക് ഒരു ദിവസം ഫുള്ള് 4 ആളെ വെച്ച് ചെയ്യേണ്ടി വന്നു കാര്യങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവരാനായിട്ട്. എന്തായാലും രാജേട്ടൻ വന്നിട്ട് നമുക്ക് വെച്ചിട്ട് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. എന്തായാലും രാജേട്ടൻ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കീ ഹാൻഡ് ഓവർ ചെയ്യാം.
ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ കൂടെ, 1 വർഷമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാം. എന്തായാലും നമ്മുടെ കയ്യിൽ 1 വർഷവും 1 മാസത്തോളം ഇരിക്കുന്ന വണ്ടിയാണ്. നമ്മുടെ കോളീസിൽ 9ാമത്തെ വണ്ടി രാജേട്ടാ. നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് 9ാമത്തെ വണ്ടിയായിരുന്നത്. 9ാമത്തെ വണ്ടി നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നത് ഏകദേശം ഒരു 40-45 വണ്ടി കഴിഞ്ഞിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്തായാലും ഓക്കെ, അതിനുള്ളത് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും രാജേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, വണ്ടി എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ വർക്ക് എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ ലേബേഴ്സിനെ കാണുന്നുണ്ട്, അവർ പണിയെടുക്കുന്നത് കാണുന്നുണ്ട്, ലേബേഴ്സിനെ പണി എടുപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും രാജേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക അഭിപ്രായം എങ്ങനെയുണ്ട് രാജേട്ടാ വണ്ടി. അപ്പോൾ കസ്റ്റമേഴ്സിനോട് പറയാനൊന്നേ ഉള്ളൂ, ഫൈസലിന് ടൈം കൊടുക്കുക. ടൈം കൊടുത്താൽ ഫൈസൽ സംഭവം സെറ്റാക്കി തരും. ഇത് മാത്രമേ ഉള്ളൂ. ടൈമിൻ്റെ കാര്യത്തിൽ ഒരിക്കലും എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന ഫൈസലിന് കൊടുക്കാതിരിക്കുക. ടൈം കൊടുക്കുക, ഫൈസൽ സെറ്റാക്കി തരും. അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. അതെ, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ. രാജേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ, 1 വർഷം 1 മാസമായി വണ്ടി എൻ്റെ കയ്യിൽ വന്നിട്ട്. ഇത്ര നാൾ വരെ വിളിക്കും, ചോദിക്കും, കാര്യങ്ങൾ ചെയ്യും. ചില സമയങ്ങളിൽ എനിക്ക് സാഹചര്യം കൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും, അതിന് ചീത്ത കേൾക്കും, എല്ലാം ഫ്രണ്ട്ലിയാണ്, എല്ലാം പറയും. പക്ഷേങ്കിൽ ഇന്ന സമയത്ത് ഇപ്പോൾ വേണം, ഇല്ലെങ്കിൽ ഇപ്പോൾ വേണം എന്നുള്ള ഒരു കാര്യവും രാജേട്ട ഇതുവരെ എൻ്റെ അടുത്ത് കർശനമായിട്ട് പറഞ്ഞിട്ടില്ല. നീ പണിയെടുക്ക്, വൃത്തിയായി എനിക്ക് വണ്ടി അപ്പം അതേപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാജേട്ടനും തൃപ്തി തന്നെയല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, സന്തോഷം. അപ്പോൾ എന്നാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ താങ്ക് യു രാജേട്ടാ ഒരിക്കൽ കൂടി.